നമസ്കാരം. ഒരു വ്യാഴാഴ്ച നമ്പൂരിച്ചങ്കാവിലേക്ക് ഒരു അമ്മ വിളിക്കുകയുണ്ടായി. വിളിച്ചപ്പോൾ പറഞ്ഞത്, എൻ്റെ മകൻ കുറച്ച് നാൾ മുൻപ് ഗൾഫിൽ ഒരു ജോലിക്ക് നല്ലൊരു കമ്പനിയിൽ ജോയിൻ ചെയ്തു. നല്ല ശമ്പളമാണ്. പക്ഷേ ഈ അടുത്ത ദിവസങ്ങളിൽ ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞത്, അവിടെ എൻ്റെ ഒപ്പം എൻ്റെ അതേ ജോലി ജോലിയിൽ അല്ലെങ്കിൽ എൻ്റെ അതേ പൊസിഷനിൽ 3 പേര് കൂടിയുണ്ട്. അതിൽ നിന്നും 2 പേരെ അവിടെ നിന്നും പറഞ്ഞയക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് മിക്കവാറും ഞാൻ തന്നെയായിരിക്കും എന്ന് അമ്മയോട് ആ മകൻ പറഞ്ഞു എന്ന് ഇങ്ങോട്ട് വിളിച്ചപ്പോൾ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞത്, എനിക്ക് പുളിയാമ്പള്ളി നമ്പൂതിരിച്ചനെക്കുറിച്ചോ പൂജാതി കാര്യങ്ങളെക്കുറിച്ചോ ഇവിടുത്തെ കർമ്മങ്ങളെക്കുറിച്ചോ ഒന്നും തന്നെ അറിയില്ല, ഞാൻ ഹിന്ദുവല്ല എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് എൻ്റെ മകനെ അവിടെ ആ ജോലിയിൽ സ്ഥിരപ്പെടുത്തണം എന്നും പറഞ്ഞു. അതിന് മറുപടിയായി ഇവിടെ നിന്നും പറഞ്ഞു, സ്ഥിരപ്പെടുത്താനായിട്ട് വേണ്ട കാര്യങ്ങൾ ഇന്നത്തെ പൂജയിലും നാളെ വെള്ളിയാഴ്ചത്തെ കലശത്തിലും ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ വെള്ളിയാഴ്ചയിലെ കലശത്തിൽ അതിന് വേണ്ട കർമ്മങ്ങൾ ചെയ്തു. പിറ്റേ ദിവസം ശനിയാഴ്ച ഈ അമ്മ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, വേറെ കർമ്മങ്ങളൊന്നും ചെയ്യണ്ട, അവിടെ എൻ്റെ മകന് ജോലി സ്ഥിരമായി, മറ്റു 2 പേരെയാണ് അവിടെ നിന്നും പറഞ്ഞയച്ചത് എന്ന് പറഞ്ഞു. ഇനി വേറെ ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു. ഇതിൽ എനിക്ക് മനസ്സിലായത്, പുളിയാമ്പള്ളി നമ്പൂതിരിച്ചൻ്റെ ആ ഒരു അത്ഭുത ശക്തി നമ്മൾ ആവശ്യപ്പെടുമ്പോൾ അത് അതേപോലെ തന്നെ സാധിച്ചു തരുവാനുള്ള ഒരു അത്ഭുത ശക്തി ആ മഹാമാന്ത്രികന് ഉണ്ട് എന്നുള്ളത് മറ്റൊരു തെളിവും കൂടിയാണ് അത്. ഇപ്പോൾ പുളിയാമ്പള്ളി നമ്പൂതിരിച്ചൻ നമ്മളെല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ലഭിക്കുവാൻ വേണ്ടി നമ്പൂതിരിച്ചനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ഞാൻ പ്രമോദ് സുബ്രഹ്മണ്യൻ, പുളിയാമ്പള്ളി നമ്പൂതിരിച്ചങ്കാവ് പൂജാ മന്ത്രവാദകർമ്മി. നന്ദി, നമസ്കാരം.